പാലക്കാട് വടക്കന്തറയിൽ സ്കൂളിനടുത്ത് സ്ഫോടക വസ്തു കണ്ടെത്തിയ സംഭവത്തിൽ സമഗ്രാന്വേഷണം ആവശ്യപ്പെട്ട് CPM പ്രവർത്തകർ കളക്ടറേറ്റിലേക്ക് ഇപ്പോൾ മാർച്ച് നടത്തുകയാണ്. ശ്രീമാന വിവരങ്ങളുമായി ചേർന്നു. ശ്രീത്ത്, അല്പസമയം മുൻപാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് സ്കൂളിലെ ഗ്രൗണ്ടിന് അകത്താണ് ഈ പറഞ്ഞ ബോംബുകൾ കുഴിച്ചിട്ടിരുന്നതെന്നുള്ള കാര്യം. അതിൽ 3 എണ്ണം പോലീസ് എടുത്ത കാര്യം പറയുന്നു. കുട്ടികൾ കളിക്കാൻ പോകുന്ന ഗ്രൗണ്ടൊക്കെ അല്ലേ അത്, ശ്രീത്ത്? 3 അല്ല ഹാഷ്മി, 5 എണ്ണം. മന്ത്രിക്ക് തെറ്റിയതാണെങ്കിൽ നമ്മൾ തിരുത്തുന്നു. നമ്മൾ ആ പ്രദേശത്ത് പോയതാണ്. 5 ബോംബുകളാണ്. അതിൽ ഒരു ബോംബാണ് അല്ലെങ്കിൽ ഒരു പടക്കമെന്ന ആദ്യഘട്ടത്തിൽ അവർ എല്ലാവരും പറഞ്ഞിരുന്നു. പക്ഷേ അത് ഉഗ്ര സ്ഫോടന ശേഷിയുള്ള അപകടകരമായ ബോംബാണെന്ന് പോലീസ് FIR-ൽ സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും ഈ പോലീസ് FIR-ൽ അത് സ്ഥിരീകരിച്ചതിന് ശേഷമാണ് വലിയ പ്രതിഷേധം. അതിന് മുൻപ് തന്നെ CPM-ന്റെ നേതൃത്വത്തിൽ CPM നേതാക്കളും പ്രവർത്തകരും തുടക്കം മുതലേ പറഞ്ഞിരുന്നത് RSS-ന്റെ ശക്തി കേന്ദ്രമാണ്, RSS-ന്റെ ശാഖയാണ് ആ സ്കൂളിൽ നടക്കുന്നത്. രാവിലെയും രാത്രിയും നടക്കുന്നുണ്ട്. അവിടെ RSS അറിയാതെ ഒരു ഈച്ച അനങ്ങില്ല. അത് കൃത്യമായ രീതിയിൽ ഒരു ആക്രമണത്തിന് വേണ്ടി ശേഖരിച്ചു വെച്ച ബോംബ് തന്നെയാണ്, നാടൻ ബോംബ് ആണെന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ CPM-ന്റെ പാലക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം ഈ മേഖലയിൽ നടക്കുന്നത്. ഇവിടുത്തെ പാലക്കാട് കളക്ടറേറ്റിലേക്ക് ഒരു സമഗ്രാന്വേഷണം ആവശ്യപ്പെട്ട് ഒരു മാർച്ച് ഇവിടെ നടക്കുന്നുണ്ട്. CPM-ന്റെ ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. CPM പ്രവർത്തകർ എല്ലാ ഘട്ടത്തിലും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അത് ബോംബ് തന്നെയാണ്, RSS-ന് കൃത്യമായ രീതിയിലുള്ള പങ്ക് അതിലുണ്ട് എന്ന് തന്നെയാണ്. ഇപ്പോൾ RSS-ന്റെയും വ്യാസ വിദ്യാഭ്യാസത്തിന്റെയും രാഷ്ട്രീയം അല്ലെങ്കിൽ വിശദീകരിച്ചുകൊണ്ടാണ് CPM-ന്റെ നേതാക്കൾ സംസാരിക്കുന്നത്. പോലീസ് അന്വേഷണമാണെങ്കിൽ ഒരു ഭാഗത്തുകൂടെ നടക്കുന്നുണ്ട്. അവർ CCTV-കളൊക്കെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. എന്തായാലും CPM ഈ വിഷയം രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസും വിഷയത്തിൽ കുപ്പിച്ചിലൊക്കെ നിറച്ചുണ്ടാക്കി ഇത് ഒരു പാവം കുട്ടി പന്താണെന്ന് കരുതി കളിക്കാനെടുത്തു, അത് പൊട്ടിത്തെറിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു ഭീകരാവസ്ഥയാണ് ഇത്. അതെങ്ങനെയാണ് സ്കൂൾ കോമ്പൗണ്ടിനകത്ത് ഈ പറയുന്ന ബോംബുണ്ടാക്കി കുഴിച്ചിരുന്ന ആരാണ്, എന്താണ് ഇപ്പോൾ പോലീസ് അങ്ങനെയെങ്കിലും അന്വേഷിക്കണ്ടേ അത്, ശ്രീ? ഹാഷ്മി, പോലീസ് വിഷയത്തിൽ ഒരു കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ആ അന്വേഷണം നടക്കുന്ന സമയത്ത് പോലീസ് പറയുന്നത് CCTV-കൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നൊക്കെയാണ് കൃത്യമായ രീതിയിൽ പറയുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ സഫ്ദർ ഷെരീഫ് കൂടി ചേരുന്നുണ്ട്. സഫ്ദർ, ഇത് ഗുരുതരമായ ഒരു വിഷയമാണ്. മന്ത്രി പറഞ്ഞത് പരിശോധിക്കണമെന്നാണ്. എന്താ നിങ്ങളുടെ ഒരു RSS-ന്റെ കേന്ദ്രം തന്നെയാണോ? തീർച്ചയായിട്ടും പാലക്കാട് മണ്ഡലത്തിനകത്ത് മൂത്താന്തറ എന്ന് പറയുന്നത് മേലാമുറി അങ്ങാടിയിൽ അകത്ത് വരുന്ന BJP-യുടെ പ്രത്യേകിച്ച് RSS-ന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രദേശമാണ്. പോലീസ് ഇതുവരെ പിടിച്ചിട്ടില്ല. ഒരു പ്രതിയെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞു. അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജിതമായി കൊണ്ട് തന്നെ പോലീസ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. തുടർച്ചയായിട്ടുള്ള വിഷയം എന്തിനു വേണ്ടിയിട്ടാണ് സ്കൂൾ കോമ്പൗണ്ടിലൊക്കെ കൊണ്ടുവെക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? RSS കൃത്യമായിട്ട് ഇവിടെ നമ്മൾ ഇന്നലെയും പറഞ്ഞു വെച്ചതാണ്, തുടർച്ചയായിട്ടൊന്നും പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. കൃത്യമായിട്ട് അക്രമവാസിയോട് മാത്രം പെരുമാറുന്നൊരു സംഘടനയാണ് അവർ. ആ രീതിയിൽ അവരുടെ കേന്ദ്രം, അവരുടെ ഒരു സങ്കേതം എന്നുള്ള രീതിയിൽ അവിടെ ഇത്തരത്തിലുള്ള ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ശേഖരിച്ചും നിർമ്മിച്ചും വെക്കുന്നത് തുടർക്കഥയാണ്. ഇതിനു മുമ്പ് ഇതേപോലെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും RSS-ന്റെ അകത്ത് ഈ മൂത്താന്തരക്കകത്ത് നടത്തിയിട്ടുള്ളതാണ്. അവർ ഈ വിദ്യാലയത്തിലേക്ക് കൂടി ഇതിനെ എത്തിച്ചു എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ ഞങ്ങൾ ഞെട്ടിക്കുന്ന ഒരു സന്ദർഭം. തീർച്ചയായും അതാണ് അവർക്ക് പറയാനുള്ളത്. എന്തായാലും വലിയ തോതിലുള്ള പ്രതിഷേധം ഒരു ഭാഗത്ത് ഉയർന്നു വരുന്നു, പോലീസിന്റെ അന്വേഷണം മറ്റൊരു ഭാഗത്ത് ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഇതുവരെ 2 ദിവസം പിന്നിട്ടു, ഇതുവരെ പ്രതികളെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹാഷ്മി, പോലീസ് വേണ്ട രീതിയിൽ അന്വേഷിക്കുന്നുണ്ടോ എന്നതാണ്. ഇതുവരെ പ്രതികളെ പിടിക്കാൻ കഴിയുന്നില്ല എന്ന സംശയത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. നോക്കൂ, സ്കൂളിൽ നിന്ന് കിട്ടിയ കരുതി പന്താണെന്ന് പറഞ്ഞൊരു പാവം പയ്യൻ, 10 വയസ്സുള്ള നാരായണൻ എന്നാണ് പേര്, എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു. പാവം ബോളാണ്, നമ്മളിങ്ങനെ ഇപ്പുറത്ത് കിട്ടിയുണ്ടാകുന്ന ബോളുണ്ടാവില്ല, ബോളാണ് എടുത്തുകൊണ്ട് പോയതാണ്. വീട്ടിൽ പോയപ്പോഴത്തേക്ക് അമ്മയാണോ കണ്ടപ്പോൾ പന്തുകേട് തോന്നി, അത് മോനെ അത് എറിഞ്ഞു കൊള്ളാമെന്ന് പറയുന്നു. എറിയുമ്പോഴത്തേക്ക് അത് വീണ് പൊട്ടി ഭീകര ശബ്ദത്തിൽ പൊട്ടിത്തെറിക്കാനുണ്ടായത്. അതിൽ ഇപ്പോൾ പരിക്കടക്കമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.